നാം ഇപ്പോൾ ട്രഫാൾഗർ കടലിടുക്കിലാണ്. അറ്റ്ലാന്റിക്കിലെത്തിയാൽ ദിശ മാറണം. ഒരല്പ അപകടം പിടിച്ച സ്ഥലമാണിത്. സാർ, ഓടി വരണേ, ഡെക്കിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു. വരൂ, നമുക്ക് നോക്കാം. ഡേവിഡ്, നിങ്ങളിവിടെ ഉണ്ടാവണം. ശരി സാർ. ഓ ഗോഡ്, ഇതെങ്ങനെ സംഭവിച്ചു? ഡെക്കിൽ ഇയാൾ തനിച്ചായിരുന്നു. ഹാർട്ട് അറ്റാക്ക് ആകുമോ? ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നുമില്ല സാർ. വിളറിയിട്ടുണ്ട്, ധാരാളം രക്തം നഷ്ടപ്പെട്ടതുപോലെ. പക്ഷേ ഇവിടെ രക്തമൊഴുകിയതിൻ്റെ ലക്ഷണമൊന്നുമില്ലല്ലോ. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ലണ്ടനിലെത്തും വരെ ബോഡി മോർച്ചറിയിൽ സൂക്ഷിക്കണം. പോസ്റ്റ്മോർട്ടം കഴിയാതെ ഒന്നും പറയാനാവില്ല. കപ്പൽ ട്രഫാൾഗറിൽ നിന്ന് അറ്റ്ലാന്റിക്കിലേക്ക് കടന്നു. എൻ്റെ 20 വർഷത്തെ കപ്പൽ ജീവിതത്തിനിടയിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. എന്തൊക്കെയോ കുഴപ്പമുള്ളതുപോലെ എനിക്കും തോന്നുന്നു സാർ. ആ ജോൺസ് എവിടെ? അയാളെ കണ്ടിട്ട് 2 ദിവസമായല്ലോ. അയാൾ മുറിയിൽ നിന്ന് ഇറങ്ങുന്നില്ല സാർ. പെട്ടെന്ന്, സാർ, കടൽ ക്ഷോഭിച്ചിരിക്കുന്നു. ഇത്ര പെട്ടെന്നോ? സാർ, ഈ വീൽ നിശ്ചലമായി. തിരമാലകൾ കപ്പലിനെ അമ്മാനമാടാൻ തുടങ്ങി. കപ്പലിൻ്റെ നിയന്ത്രണം കൈവിട്ടിരിക്കുന്നു സാർ. കടൽ വല്ലാതെ ക്ഷോഭിക്കുകയും ചെയ്തിരിക്കുന്നു. സാർ, ആരാണ് മുട്ടുന്നത്? അകത്ത് വരൂ. എന്താണ് കാര്യം? സാർ, അത് എന്താണെന്ന് പറയൂ. സാർ, ഞാൻ ഈ കപ്പൽ ഒരു ചെന്നായെ കണ്ടു. ചെന്നായയോ? താൻ സ്വപ്നം കണ്ടതാവും. ഞാൻ പറയുന്നത് സത്യമാണ് സാർ. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് കുഴപ്പങ്ങളുണ്ട്. അതിനിടയിലാ തൻ്റെ ഒരു ചെന്നായ. കടന്നു പോകൂ സാർ, എന്നെ വിശ്വസിക്കൂ. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. ചെന്നായ ഞാൻ അവർക്ക് കാട്ടിക്കൊടുക്കും. ഈ വഴിയാണ് അത് പോയത്. ഈ ടോർച്ചും കൈക്കോടാലിയും കയ്യിലിരിക്കട്ടെ. പക്ഷേ കാൽപ്പാടുകളൊന്നും കാണുന്നില്ലല്ലോ. അതിശയം തന്നെ. ഈ പെട്ടികൾക്കിടയിൽ നോക്കാം. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണല്ലോ. പിന്നെ അത് എവിടെ പോയി? അത് ഇവിടെ തന്നെയുണ്ട്. അതാണ് ഈ ഗന്ധം. പെട്ടെന്ന് എന്താണൊരു ശബ്ദം? അയ്യോ, ആരാണ് കരയുന്നത്? വാ, നമുക്ക് നോക്കാം. ഇവിടെ നിന്നാണല്ലോ ശബ്ദം കേട്ടത്. എന്തൊരു ദുർഗന്ധം. അയ്യോ, എന്താണിത്? എന്തോ പ്രശ്നമുണ്ട്. നമുക്കെല്ലാവരെയും വിവരം അറിയിക്കാം. പെട്ടെന്ന് കപ്പൽ ഒരു നിയന്ത്രണവുമില്ലാതെ പാഞ്ഞു. അതേസമയം ക്യാപ്റ്റൻ്റെ ക്യാബിനിൽ, എന്താണ് ഈ വല്ലാത്ത മണം? ആരാണ് നീ? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അത് നീ നിന്റെ സഹായിയോട് ചോദിക്ക്. ജോൺസ്, എന്താണിത്? സാർ, അദ്ദേഹമാണ് ഡ്രാക്കുള പ്രഭു. ഇദ്ദേഹത്തിന് ന്യൂയോർക്കിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് കപ്പൽ അമേരിക്ക ലക്ഷ്യമാക്കി പോകണം. സാധ്യമല്ല സാർ, താങ്കൾക്ക് ഈ കപ്പലിനെ നിയന്ത്രിക്കാനാവില്ല. ധിക്കാരി, ഇപ്പോൾ തന്നെ 3 പേർ മരിച്ചു. അത് സൂചന മാത്രമാണ്. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ എൻ്റെ ജീവൻ പോയാലും നിയമങ്ങൾ തെറ്റിക്കാൻ ഞാൻ തയ്യാറല്ല. ഇനി നടപ്പാവുന്നത് എൻ്റെ നിയമങ്ങൾ മാത്രമാണ് ക്യാപ്റ്റൻ. ഇന്നു മുതൽ ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഇയാളായിരിക്കും. ഇനി താങ്കൾക്ക് വിശ്രമിക്കാം. സമയം എത്രയോ കടന്നുപോയി. ഞാൻ എവിടെയാണ്? ക്യാപ്റ്റൻ, എന്തുപറ്റി? അറിയില്ല. എന്തൊക്കെയാണ് ഇന്നലെ നടന്നത്? ജോൺസ്, ഡ്രാക്കുള പ്രഭു. യെസ്. എവിടെ ജോൺസ്? ക്യാപ്റ്റൻ, അയാൾ മുറിക്കുള്ളിൽ അടച്ചിരിപ്പാണ്. എന്താണ് സാർ? കമോൺ, അർജന്റ് മീറ്റിംഗ്. ജോൺസ് ഇല്ലാതെ. ഹാളിൽ ക്യാപ്റ്റൻ്റെ ഉറച്ച സ്വരം മുഴങ്ങി. സ്വപ്നമായാലും യാഥാർത്ഥ്യമായാലും ഇന്നലെ ഇതാണ് സംഭവിച്ചത്. ഇനി പറയൂ, ആരാണ് ഈ ഡ്രാക്കുള? എന്തിനാണ് അയാൾ ഇതിൽ കയറിയത്? സാർ, ഒരു കാര്യം ഉറപ്പാണ്. എന്തോ കുഴപ്പമുണ്ട്. ആ ചെന്നായയെ നമ്മൾ കണ്ടതല്ലേ? ഡ്രാക്കുളയെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ ജോൺസിനെ കുറിച്ച് എനിക്കറിയാം. അവൻ അയാളുടെ പക്ഷത്താണ്. ഇനി അവൻ അയാളെ സഹായിക്കരുത്. അവൻ്റെ മുറി പുറത്തുനിന്ന് പൂട്ടൂ. ദിസ് ഇസ് മൈ ഓർഡർ. ഇത് തന്നെ. വളരെ സൂക്ഷിക്കണം. നല്ല ഉറക്കമാണ്. ഉറങ്ങൂ ജോൺസ്. വളരെ നന്നായി. ക്യാപ്റ്റൻ, ഇന്ന് ഇതുവരെ യാതൊരു കുഴപ്പവുമില്ല. അല്ലെങ്കിലും പകൽ സമയത്ത് ഇതുവരെ പ്രശ്നമുണ്ടായിട്ടില്ല. എങ്ങും ഇരുട്ട് പരന്നു. ഓടി വരൂ
ജോൺസിൻ്റെ മുറിയിൽ നിന്നും ചില ശബ്ദങ്ങൾ കേൾക്കുന്നു. അവർ ചെല്ലാൻ വൈകിപ്പോയിരുന്നു. തകർന്ന വാതിലിലൂടെ ജോൺസ് പുറത്തേക്ക് കുതിച്ചു. ഹേയ്, ജോൺസ് നിൽക്കൂ. പക്ഷേ ധാക്ക്, അവനെ തടയൂ, അവൻ ക്യാപ്റ്റൻ്റെ ക്യാബിനിലേക്കാണ്. ഒരു ബുൾഡോസർ പോലെ ജോൺസ് ക്യാപ്റ്റൻ്റെ മുറിയിലേക്ക് നീങ്ങി. നിന്നെ? നീയോ? ജോൺസ് എന്താണ് ചെയ്യുന്നത്? കപ്പൽ പോകേണ്ടത് അമേരിക്കയിലേക്കാണ്. നോ, അരുത്. ഹേയ്! ക്യാപ്റ്റന് മറ്റു മാർഗമില്ലായിരുന്നു. ജോൺസ്, ഡോണ്ട് മൂവ്, ഐ വിൽ ഷൂട്ട് യു. ജോൺസിൻ്റെ മിന്നൽ പോലെയുള്ള നീക്കം ക്യാപ്റ്റൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഏയ്, അരുത്, യജമാനനെ തടഞ്ഞാൽ. അതിനിടയിൽ ഒരു ജോലിക്കാരൻ. കുരിശുമാല കണ്ടതോടെ ജോൺസിൻ്റെ ഭാവം മാറി. വേദന കൊണ്ട് പുളഞ്ഞ ജോൺസ് ഡക്കിലൂടെ ലക്ഷ്യമില്ലാതെ ഓടി. രക്ഷിക്കൂ,